ശ്രീമതി പൊന്നമ്മ ബാബു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് ഈ സംഭവം? ഈ ഹാർഡ് ഡിസ്ക് വിവാദത്തിൽ എന്താണ് സംഭവിച്ചത്? അല്ല, അന്ന് ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു മീഡിയയുടെ മുന്നിൽ ഒരു കാര്യങ്ങൾ പറയുമ്പോഴേ അത് കറക്റ്റ് ആയിരിക്കണം, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ മീഡിയയുടെ മുന്നിൽ വന്ന് പറയാറുള്ളൂ. ആവശ്യമില്ലാതെ കുക്ക് പരമേശ്വരൻ ഒരു ചാനലിൽ എൻ്റെ പേര് പരാമർശിച്ചു വന്നിട്ട് അത് ഇത് സത്യമായ കാര്യമാണെന്ന് കുക്ക് പരമേശ്വരനും അറിയാം. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ മാലാപാർവതി എന്തിനാണ് ഇതിനകത്ത് കയറി ഇടയ്ക്ക് നിൽക്കുന്നത് മനസ്സിലായിട്ടില്ല. കാരണം ആ മീറ്റിങ്ങിൽ അന്ന് മാലാപാർവതി ഇല്ല. ഈ മാലാപാർവതി വിളിച്ചിട്ട് പലരോടും എന്നെ കോണ്ടാക്ട് ചെയ്യണം, അധികം ഒന്നും ഇത് നിങ്ങൾ ഇത് അധികം മുന്നോട്ട് കൊണ്ടുവരരുതെന്നൊക്കെ പറയാൻ വേണ്ടി മറ്റൊന്ന് രണ്ട് ആൾക്കാരെ വിളിച്ചു പറഞ്ഞിട്ട് അവരെന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്തിനാ മാലാപാർവതി ഇടയ്ക്ക് നിൽക്കുന്നത്, എന്തിനാണ് ഇതിനാ? മാലാപാർവതി ഏതോ ഒരു ചാനലിൽ പറഞ്ഞു മാലാപാർവതിക്ക് ഇതെല്ലാം ഒരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യാമെന്ന്. ഒരു സ്ത്രീകളുടെ സങ്കടം പറയുന്ന ഒരു ഹാർഡ് ഡിസ്കിന്റെ കാര്യം സംസാരിച്ചപ്പോൾ അതെങ്ങനെയാ മാലാപാർവതിക്ക് അത് കോമഡി ആയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മാലാപാർവതിക്ക് എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് കിട്ടുന്ന ഗുണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു ആളാണെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അവർ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളല്ലെന്ന് പല കാര്യങ്ങളിലും നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് സത്യസന്ധമായ കാര്യമാണ്. ഇതിനകത്ത് കുറേ ഒരു 10-15 സ്ത്രീകൾ അവർ നേരിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്, അത് ഒരു കാര്യം എന്തോ ഒന്ന് ലീക്കായിട്ടുണ്ട്. അത് ഞാൻ അറിയാൻ കഴിഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരാണ്. കാരണം ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഇതൊരു ചർച്ച വന്നു. അതാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമായത്. കാരണം ഞങ്ങൾ സത്യം പറയുന്നത് അമ്മയുടെ ഉള്ളിൽ തന്നെ തീർക്കാനുള്ള കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ ഈ ഒരു കാര്യം ചർച്ച വന്നപ്പോഴാണ് അന്നേരം കക്ഷി ഒന്നും മിണ്ടാതെ ഇത് ഈ വാട്സപ്പ് കൂട്ടായ്മയെന്ന് ഡിലീറ്റ് ചെയ്ത് പോവുക ചെയ്തത്. പിന്നീടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ഉഷ ഒരു പ്രസ് മീറ്റ് ചെയ്ത് ഉഷയാണിത് പുറത്തു കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഒരു ചാനലിൽ കയറിയിട്ട് പറയുന്നത്, അയ്യോ ഇത് പൊന്നമ്മ ബാബുവിന്റെ KPC ലളിതയുടെ കയ്യിലും അവളുടെ കയ്യിലൊക്കെയാണെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി കേട്ടപ്പോൾ. സത്യസന്ധമായ കാര്യം ഇതെല്ലാം ഹാർഡ് ഡിസ്കും എല്ലാം ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ശ്രീമതി പൊന്നമ്മ ബാബു, നമുക്ക് പ്രേക്ഷകർക്ക് ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ്, ഹോളിഡേ ഇന്നിൽ ഈ ഒരു മീറ്റിംഗ് വിളിച്ചത് കുക്കു ആണോ അതോ ശ്രീമതി പൊന്നമ്മ ബാബു ആണോ? കുക്കു പരമേശ്വരൻ ഞാനല്ല, അവരാ വിളിച്ചത് തന്നെ. കാരണം അതാ ഞാൻ ചോദിക്കുന്നത്, ഇതിനൊരു ലോജിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. കാരണം ബാക്കി എല്ലാ സ്ത്രീകളെയും വിളിച്ചത് കുക്കു പരമേശ്വരനാണ്. ഞാൻ കുക്കു പരമേശ്വരനെ വിളിക്കുന്നത് പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ട്, അങ്ങനെയാണ് എനിക്കറിയാമല്ലോ എല്ലാവരെയും വിളിക്കാൻ. കുക്കു പരമേശ്വരനാണ് എല്ലാവരെയും വിളിക്കുന്നത്. ഞങ്ങളിങ്ങനെ വിളിച്ച് ഞാൻ പ്രിയങ്ക വിളിച്ചു ചോദിച്ചു, ഞാൻ ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ ചെയ്യാനായിട്ടാണ് വിളിച്ചു ചോദിച്ചു. അവർ വിളിച്ചിട്ടുണ്ട്, പോകണ്ടേ, നമുക്ക് പോയേക്കാം. അങ്ങനെയാണ് ഞങ്ങളെല്ലാം അവിടെ എത്തുമ്പോൾ അവിടെ ഉണ്ട്. ആക്ച്വലി ക്യാമറ സത്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. നമ്മളെല്ലാവരും ഇരിക്കുന്നു, നമ്മളെല്ലാം. അപ്പോൾ ഒരാൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു അറിയുന്ന ഒരു ആള് തന്നെ വന്നിട്ട് ക്യാമറ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയില്ല. അവസാനം ഈ പറയുന്ന സമയത്ത് ഇവര് പറയുന്ന സമയത്താണ് പ്രിയങ്കയും ഇവരെല്ലാം കൂടി ചോദിക്കുന്നത്, എന്നാ ക്യാമറ അത് നിങ്ങൾക്ക് മനസ്സിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞു. നമുക്ക് തീരുമാനം, നമുക്കിതിന് മീറ്റു ഇറങ്ങിയ സമയത്താണ് നമുക്കിത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, നമുക്കിതിന് ആധികാരികപ്പെട്ട് നമുക്കതിന് വേണ്ട, നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. ഒരിക്കലും ഉണ്ടല്ലോ ഒരു കള്ളമല്ല ഇത്, 100%. അപ്പോൾ അന്ന് ഇത് ഷൂട്ട് ചെയ്യുന്നു, അത് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 15 പേരിൽ എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണുമല്ലോ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങൾ പറയാനും ഉണ്ടായിരുന്നിരിക്കും മീറ്റു ഇറങ്ങിയ സമയത്തൊക്കെ അല്ലേ? എന്നാണ് ഒരു സ്ത്രീയുടെ മുന്നിൽ സ്ത്രീ വന്നിട്ട് നമുക്ക് അമ്മയെ പ്രദാനം ചെയ്ത് ഒരാൾ വന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹപ്രവർത്തക നിങ്ങൾക്കുള്ളത് പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ച് നമ്മൾ പറയുമല്ലേ. ആ പറയുന്ന സംഭവം ഇത് എപ്പോഴും കാണുമ്പോൾ ചോദിക്കുക എവിടെയെന്ന് ചോദിക്കുമ്പോൾ സേഫ് ആയിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, ഇടവേള ബാബുവിൻ്റെ കയ്യിൽ. ഇവർ മാറിയാ പറയണത്. അത് കഴിഞ്ഞ ദിവസം മനോരമ ചാനലിൽ എൻ്റെ പേര് ഇവർ പറയുന്നു KPC ലളിതയുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടു, പൊന്നമ്മ ബാബുവിന്റെ കയ്യിൽ മഞ്ജു, അങ്ങനെ കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ ഇവരിങ്ങനെ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ മാധ്യമത്തിന്റെ മുന്നിൽ വന്നിങ്ങനെ നുണ പറയാൻ പറ്റുന്നു? എത്രയോ പേര് ലേഡീസുകൾ ഇനി ഇത് മുന്നോട്ട് വരുമ്പോൾ ഇത് പറയുമ്പോൾ ഇവർക്ക് അന്ന് KPC ലളിത ചേച്ചി ആ മീറ്റിംഗിലുണ്ട്. ഇന്നിപ്പോ മരിച്ചുപോയ ആ പാവത്തെ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കുന്ന എന്തിനാണ് കുക്കു പരമേശ്വരൻ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനത് അന്ന് ബൈറ്റ് തന്നപ്പോ പറഞ്ഞല്ലോ, അവരുടെ ആത്മാവ് കുക്കു പരമേശ്വരന് എന്താ പറയണ മാപ്പ് കൊടുക്കട്ടെ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല ചേച്ചി. മഞ്ജു പിള്ളയുടെ പേര് ഇതിനിടയിൽ കേട്ടിരുന്നു, ഒന്നുകിൽ പൊന്നമ്മ ബാബുവിന്റെ കയ്യിൽ അല്ലെങ്കിൽ മഞ്ജു പിള്ളയുടെ കയ്യിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞതായും കേട്ടിരുന്നു.
രണ്ടും മഞ്ജുപിള്ളയുടെ കയ്യിലും തന്നിട്ടില്ല, എന്റെ കയ്യിലും തന്നിട്ടില്ല. അവര് കൊണ്ടുപോവുക ചെയ്തത്. അതെല്ലാവർക്കും ഇരിക്കുന്ന ഇരുന്ന ആരൊക്കെയാണോ അവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണിത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാള്, ശ്രീമതി പൊന്നമ്മ ബാബു, ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ ഈ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി അത് ക്യാമറയിൽ ചിത്രീകരിച്ചു, എന്നിട്ട് അതിന്റെ ഹാർഡ് ഡിസ്ക് ഒരിടത്തും എത്തിയില്ല, അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ മേൽ ഒരു നടപടിയും ഉണ്ടായില്ല. അങ്ങനെയുള്ള ഒരാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്, താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. അതെ, അല്ല അതുകൊണ്ട് അത് പിന്നീട് ഞാൻ ആലോചിച്ചു, എനിക്ക് കുക്കുവിനോട് വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യവുമില്ല, ഒരു ദേഷ്യവുമില്ല. പക്ഷേ ഈ ഇങ്ങനെ ചെയ്ത ഒരാള് അമ്മയുടെ ഒരു സെക്രട്ടറി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് എന്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ കാര്യമല്ല പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇങ്ങനെ ഒരു ആള് സെക്രട്ടറി ആയിട്ട് അമ്മയിൽ ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്ത്രീകൾക്ക് എന്ത് സുരക്ഷ നിർത്താമല്ലോ. അപ്പം ഞാൻ അതാ ചോദിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് ഞമ്മക്കൊക്കെ പല സങ്കടങ്ങൾ ഇനിയും ഉണ്ടാകും. നമ്മൾ ഇനിയൊക്കെ എവിടെ ചെന്നാ പറയുക? ഇത് ആരുടെ അടുത്ത് ചെന്നാ പറയുക? നമ്മുടെ അമ്മയ്ക്കുള്ളിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇവരുടെ അടുത്തൊക്കെ ചെന്ന് നമ്മളിങ്ങനെയൊക്കെ പറയണത്. പക്ഷെ ഇവരതൊക്കെ ആഘോഷിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവർ പരസ്പരം എനിക്ക് ബലമായ സംശയം, ഇതിനകത്തെ വിഷയങ്ങൾ ഇവര് അന്ന് പറഞ്ഞ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ഈ അവസരങ്ങൾ ഇല്ലാതെ പോയതിന്റെ അവസരങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവര് ഈ ഇടയ്ക്ക് നിൽക്കുന്ന ഇവര് ഈ കുക്ക് പരമേശ്വരൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീമതി പൊന്നമ്പാബു, ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനൊപ്പം ഓടുകയുമാണോ അപ്പോൾ യഥാർത്ഥത്തിൽ കുക്കു പരമേശ്വരൻ? അതെ അതെ അതെ, തീർച്ചയായും അതെ. കാരണം അതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. കാരണം അവരെയും വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ എന്ന് പറയാൻ ഇലക്ഷന് വേണ്ടി ഒരാൾ നിൽക്കുമ്പം അപ്പൊ തന്നെ ഈ പറയുന്ന ഞാൻ അറിയാൻ കഴിഞ്ഞത് മാലാപാർവതിയാണ് വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ നിക്കല് കേട്ടോ, നിങ്ങളുടെ പേരൊക്കെ വരുവേന്നൊക്കെ പറഞ്ഞെന്ന്. മാലാപാർവതിക്ക് എങ്ങനെയാ പേരൊക്കെ മാലാപാർവതിക്ക് കിട്ടുന്നത് എങ്ങനെയാ അങ്ങനെ വിളിച്ചു പറയാനാണെങ്കിൽ? അപ്പൊ മാലാപാർവതി അന്ന് അവിടെ ഇല്ലായിരുന്നല്ലോ. മാലാപാർവതി ആരാ ഇത് പറഞ്ഞത്? കുക്ക് പരമേശ്വരൻ അല്ലാതെ മാലാപാർവതി എങ്ങനെ ഈ വിവരം അറിഞ്ഞത്? മാലാപാർവതി അന്ന് ആ മീറ്റിംഗിൽ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ബലമായി സംശയമായി, ആഹാ ഇതിങ്ങനെ വെളിവിടാൻ തുടങ്ങിയോ? അപ്പൊ ഇവർ ആണുങ്ങളെ പെണ്ണുങ്ങളെ മുൻമുളെ നിർത്തുവാണ് ഇവർ ചെയ്യുന്നത്. പെണ്ണുങ്ങൾക്കും ഒന്നും വേണ്ട, ഈ പറഞ്ഞ പെണ്ണുങ്ങൾക്കും എല്ലാം മിണ്ടാൻ പറ്റുമോ? ഈ